ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിന് ഒരു അത്ഭുതമാണ്. കാരണം അത്രയേറെ മികവാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ഈ സീസണിൽ ഉടനീളം സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത്തവണ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ലാമിൻ യമാലിനെ നമുക്ക് മുൻപന്തിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തിയാകുക വരുന്ന ജൂലൈ മാസത്തിലാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിക്ക് മുൻപ് FC ബാഴ്സലോണ നൽകിയിരുന്ന അതേ കരാർ, അതിന് സമാനമായ കരാർ ഇപ്പോൾ ലാമിൻ യമാലിനും നൽകാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് യമാലിന് മെസ്സി സ്റ്റൈൽ ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് FC ബാഴ്സലോണയുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിക് സാലറി എല്ലാ വർഷവും ലാമിൻ യമാലിന് ലഭിക്കും എന്നുള്ളതാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വർഷം 9 മില്യൺ യൂറോ ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. ഓരോ വർഷവും അത് ഓരോ മില്യൺ യൂറോ വെച്ചുകൊണ്ട് വർദ്ധിക്കും. 2030 വരെയുള്ള ഒരു കരാറായിരിക്കും യമാലിന് നൽകുക. അതായത് 9 മില്യൺ യൂറോ ഉള്ളത് പിന്നീട് 18 മില്യൺ യൂറോ വരെ ആയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുക. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അടിസ്ഥാന സാലറി, ബേസിക് സാലറി മാത്രമാണ്. അതിന് പുറമെ വലിയ വലിയ ബോണസുകളായിരിക്കും താരത്തിന് ലഭിക്കുക. അതായത് ബാഴ്സലോണ കിരീടങ്ങൾ നേടിയാൽ, അതല്ലെങ്കിൽ ലാമിൻ യമാൽ വ്യക്തിഗത അവാർഡുകൾ നേടിയാലൊക്കെ വലിയ ബോണസ് ക്ലബ്ബ് അദ്ദേഹത്തിന് നൽകും. വലിയ തുക അതുവഴി സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഒരു സീസണിൽ നിശ്ചിത അളവിലുള്ള ഗോളുകളോ അസിസ്റ്റുകളോ നേടിയാലും വലിയ ബോണസുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകും. അത്തരത്തിലുള്ള ഒരു മെസ്സി സ്റ്റൈൽ ഓഫർ ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക എന്നാണ് സ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ സാലറിയുടെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനേക്കാൾ വലിയ ഒരു സാലറി യമാൽ ആവശ്യപ്പെട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഒരു സാലറി അദ്ദേഹത്തിന് കൈപ്പറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.